ഗാർഹിക പീഡനം, സംശയം, വിവാഹമോചനം, ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും. അങ്ങനെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ കേരളത്തിലെ പല വീടുകളിലും കാണാം. വിവാഹമോചന കേസുകൾ കഴിഞ്ഞ 7 വർഷത്തേക്കാൾ 40% വർദ്ധിച്ചു. സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ പ്രതിദിനം 75 കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വർഷം 30,000-ലധികം വിവാഹമോചന കേസുകൾ ഉണ്ടാകുന്നുവെന്നാണ് കണക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? വിവാഹേതര ബന്ധങ്ങളും ഗാർഹിക പീഡനവും പങ്കാളിയുടെ ലഹരി ഉപയോഗവും ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു. ഒടുവിൽ വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചാലും ചില പുരുഷന്മാർ ഭാര്യമാരെ വേട്ടയാടും. അതിൻ്റെ ഇരകളാകുന്നവരിൽ മക്കളും കുടുംബാംഗങ്ങളുമെല്ലാം ഉണ്ട്. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തിയതും ആലുവയിൽ ഭാര്യ വീട്ടിലെത്തി യുവാവ് പരാക്രമം കാട്ടിയതുമെല്ലാം ദാമ്പത്യ പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ്. എന്താണ് കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എരുമേലി സ്വദേശി സുനിൽ മക്കളെ കാണാനെന്ന് പറഞ്ഞാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിലുള്ള ഭാര്യ വീട്ടിലെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സുനിലും ഭാര്യയും കഴിഞ്ഞ 4 വർഷത്തോളമായി പിരിഞ്ഞു കഴിയുകയാണ്. അമ്മ ഉഷയോടൊപ്പമാണ് ഭാര്യയും 2 മക്കളും. ഭാര്യ വീട്ടിലെത്തിയ സുനിൽ മക്കളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു. ഇത് എതിർത്തതോടെ ഭാര്യാമാതാവ് ഉഷയും സുനിലും തമ്മിൽ വാക്കേറ്റമായി. ഒടുവിൽ മൺവെട്ടി ഉപയോഗിച്ച് ഉഷയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഉഷയുടെ മറ്റൊരു മകളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ക്രൂരകൃത്യം. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വൈകിട്ട് 3:30 ഉഷാമണിയെ മരുമകൻ സുനിൽ വെച്ചൂച്ചിറയിലെ വീട്ടിലെത്തി മഴുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഉഷാമണിയുടെ മകളുമായി കുടുംബ വഴക്കിനെ തുടർന്ന് അകന്നു കഴിഞ്ഞിരുന്ന സുനിൽ പലപ്പോഴും മദ്യപിച്ച് വീട്ടിലെത്തി ശല്യം ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. സുനിലുമായി അകന്നു കഴിഞ്ഞിരുന്ന മകളെ ഉഷാമണി വീട്ടിൽ സംരക്ഷിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഉഷ എന്ന സ്ത്രീക്ക് 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത പെൺകുട്ടി കുറച്ചൊന്ന് അധികം കാലമായി ഭർത്താവിൽ നിന്ന് കഴിഞ്ഞ് ഈ സ്ത്രീയോടൊപ്പം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. ഈ പെൺകുട്ടി ഈ ഭർത്താവിനൊപ്പം ചെല്ലണമെന്നും പറഞ്ഞ് നിരന്തരം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എരുമേലിയിൽ വെച്ച് ഇത്തരത്തിലൊരു തർക്കം ഈ മരുമകനും ഉഷ എന്ന സ്ത്രീയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും അയാൾ ഇവിടെ എത്തി മഴ ഉപയോഗിച്ചാണ് തലക്കടിച്ച് കൊന്നത്. ഉച്ചയ്ക്ക് എരുമേലിയിൽ വെച്ച് ഉഷയും സുനിലും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്നാണ് വീട്ടിലെത്തി ഇയാൾ ഭാര്യയെ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ടത്. തുടർന്നുണ്ടായ തർക്കത്തിൽ ഉഷാമണിയെ മഴുകൊണ്ട് തലയ്ക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. പല വീടുകളിലെയും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണം ഭർത്താക്കന്മാരുടെ ലഹരി ഉപയോഗമാണ്. ലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ സ്വന്തം വീട്ടിൽ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആലുവയിൽ പുലർച്ചെ ഭാര്യ വീട്ടിലെ ഓടിളക്കി അകത്തു കടന്ന യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമം ചെറുതൊന്നുമല്ല. ഭാര്യാമാതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാര്യയുടെ സഹോദരിയെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പരിക്കേറ്റ ആലുവ സ്വദേശിനി ഖദീജയും മകളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി നേമം സ്വദേശി രാജീവിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഖദീജയുടെ മകൾ വിവാഹമോചന ഹർജി നൽകിയതാണ് പ്രകോപന കാരണം. ആലുവ പൈപ്പ് ലൈൻ റോഡിൽ താമസിക്കുന്ന ഖദീജയുടെ വീട്ടിലെത്തിയാണ് മരുമകൻ രാജീവ് അതിക്രമം കാട്ടിയത്. പുലർച്ചെ 3 മണിയോടെ വീടിന്റെ ഓട് ഇളക്കി അകത്തു കയറിയ രാജീവ് ഭാര്യയുടെ ഇളയ സഹോദരിയെ ആദ്യം ആക്രമിച്ചു. മകളുടെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ ഖദീജയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. പിന്നീട് കൈയും കാലും തല്ലിയൊടിക്കാൻ ശ്രമിച്ചു.
വീട്ടിലെ ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അയൽക്കാരാണ് ഖദീജയെയും മകളെയും ആശുപത്രിയിൽ എത്തിച്ചത്. രാജേഷിന്റെ ആക്രമണത്തിൽ ഭാര്യ സഹോദരിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ഇരുവരും ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഖദീജയുടെ മകളുമായി കുറെ നാളുകളായി ഇയാൾ അകന്നു കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം വിവാഹമോചന ഹർജി കോടതിയിൽ നൽകിയിരുന്നു. ഇതാണ് പ്രകോപന കാരണമെന്നാണ് വിവരം. ഇതേ ചൊല്ലി ഇയാൾ ഭാര്യ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന് മൊഴിയിലുണ്ട്. ലഹരിക്ക് അടിമയായ രാജീവ് ഭാര്യയെ പലപ്പോഴും ആക്രമിക്കുമായിരുന്നു. ഇതോടെയാണ് യുവതി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ എത്തിയത്. സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതി ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കയറും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊച്ചി. പല രീതിയിൽ ലൈംഗിക വൈകൃതമുള്ള മനുഷ്യരുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുന്നവർ, അത് ധരിച്ചു നടക്കുന്നവർ. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക ഇങ്ങനെയുള്ളവരെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണേണ്ടി വന്നു. സ്വന്തം ഭർത്താവ് അസാധാരണ സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയെന്നറിഞ്ഞതോടെ അവൾ ഭയന്നുപോയി. വിഭജികയുടെ മരണശേഷമാണ് ഭർത്താവ് നിതീഷിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ചില ചിത്രങ്ങളും പുറത്തു വന്നത്. അതിനിടെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ 1.5 വയസ്സുകാരിയായ മകളുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലെ തീരുമാനം. മകൾ വിഭജിക, ചെറുമകൾ വൈഭവി എന്നിവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി കൊല്ലം കേരളപുരം സ്വദേശി ശൈലജ UAE-ലെത്തിയിരുന്നു. ഇതിനായി അവർ കോടതിയെയും സമീപിച്ചു. എന്നാൽ UAE നിയമപ്രകാരം കുട്ടിയുടെ പിതാവിനാണ് മൃതദേഹം വിട്ടുകൊടുക്കേണ്ടത്. അതിനാൽ കോടതി ഉത്തരവ് പിതാവ് നിതീഷിന് അനുകൂലമായി. തുടർന്ന് ശൈലജയുടെ പരാതിപ്രകാരം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് ചൊവ്വാഴ്ച വൈഭവിയുടെ സംസ്കാരം നടത്തുന്നത് തടഞ്ഞിരുന്നു. ശൈലജ, മകൻ വിനോദ് എന്നിവരുമായും നിതീഷിന്റെ കുടുംബവുമായും കോൺസുലേറ്റ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് പുതിയ ധാരണ. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനുമാണ് തീരുമാനം. മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിഭജികയുടെ കുടുംബം കേരള ഹൈക്കോടതിയിലും ഹർജി നൽകിയിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ഭാഗം കേൾക്കാതെ വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും വിഭജികയുടെ കുടുംബത്തിന്റേത് ആരോപണങ്ങളാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ലെന്ന് പറയാനാകുമോ എന്നും ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്നും കോടതി ചോദിച്ചു. ഭർത്താവിന്റെയും എംബസിയുടെയും നിലപാടറിയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. കൊല്ലം സ്വദേശിനിയായ വിഭജിക, മകൾ വൈഭവി എന്നിവരെ ജൂലൈ 11-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MBA ബിരുദധാരിയായ വിഭജിക ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്നു. ദുബായിലെ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറാണ് നിതീഷ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയവെയാണ് വിഭജികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവിന്റെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ മനംനൊന്താണ് 1.5 വയസ്സുകാരിയായ മകളെ കൊന്ന് വിഭജിക ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. അതിനിടെ നിതീഷ് ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചും ചുണ്ടിൽ ചായം തേച്ചുമുള്ള നിതീഷിന്റെ ചിത്രങ്ങൾ വിഭജികയുടെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വിഭജികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. നിതീഷിന്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിലും വിഭജിക പരാമർശിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന മാനസിക വൈകൃതം നിതീഷിനുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും വിഭജികയുടെ സുഹൃത്തുക്കൾ നടത്തുന്നു. ശൈലജയുടെ പരാതിയിൽ നിതീഷ് മോഹൻ, ഇയാളുടെ സഹോദരി നീതു, ഭർത്താവ് മോഹനൻ എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കർണാടക ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചുമൂടിയ ആ രഹസ്യങ്ങൾ പുറത്തുവരുമോ? കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ പോലീസ് എന്തിനാണ് ഒളിച്ചുകളി നടത്തുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി സ്ഥലത്തെത്തിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്താതെ മടങ്ങിയത്? അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടും പോലീസ് പിൻവാങ്ങിയതിൽ പല ദുരൂഹതയുമുണ്ട്. സാക്ഷിക്കൊപ്പം 1 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് അഭിഭാഷക സംഘം മടങ്ങിയത്. ഇതിനിടെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 23 വർഷങ്ങൾക്ക് ശേഷം ധർമ്മസ്ഥല പോലീസ് അമ്മയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരാ കേസിൽ പോലീസ് അനാസ്ഥ തുടരുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും തെളിവെടുപ്പെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അഭിഭാഷക സംഘം സ്ഥലത്തെത്തി 1 മണിക്കൂറോളം കാത്തിരുന്നെങ്കിലും പോലീസ് എത്താത്തതിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നു. തെളിവെടുപ്പ് ഒഴിവാക്കിയത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കേസിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന നടപടികളാണ് അറിയിപ്പില്ലാതെ പോലീസ് ഒഴിവാക്കിയത്. ഇതോടെ ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ ദുരൂഹത ഏറുകയാണ്. പ്രദേശത്ത് ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. തെളിവിനായി ഇവിടെ നിന്നും ഒരു മൃതദേഹാവശിഷ്ടവും ഇയാൾ പുറത്തെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ 2 പതിറ്റാണ്ടിന് ശേഷം അനന്യ ഭട്ടിന്റെ തിരോധാന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊൽക്കത്തയിലെ CBI ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ പരാതിയിലാണ് അന്വേഷണം. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003 ഡിസംബറിലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സഹപാഠികൾക്കൊപ്പം ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്ന് മകളുടെ തിരോധാനം അന്വേഷിക്കാനെത്തിയ സുജാത ഭട്ടിന് നേരെയും അതിക്രൂരമായ ആക്രമണമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ഇവർ 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മകളുടെ തിരോധാനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു അന്ന് പോലീസിന്റെ നിർദ്ദേശം. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പര സംബന്ധിച്ച് ന്യൂസ് 18 ആണ് ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റിയും സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നത് കേസ് അന്വേഷണത്തെ ബലപ്പെടുത്തും. ഇതിനിടയിൽ കൊലപാതക പരമ്പര സംബന്ധിച്ച് അന്വേഷിക്കാൻ DGP പ്രണാബ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല. വധശിക്ഷ നടപ്പാക്കും വരെയും പോരാടും. ദൈവത്തിൻ്റെ നിയമം നടപ്പാക്കണം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ സഹോദരൻ്റെ വാക്കുകൾ അനുനയ ചർച്ചകൾ വഴിമുടക്കുന്നതാണോ? കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് പ്രതീക്ഷയുടെ വാർത്തകളാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും തലാലിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനമാണ് നിർണായകം. മകളുടെ മോചനത്തിനായി യമനിൽ പ്രാർത്ഥനയോടെ ഒരമ്മയും സജീവ ഇടപെടലുമായി ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ചൊവ്വാഴ്ചയാണ് വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഇതിൽ നിർണായകമായിരുന്നു. വീണ്ടും ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താബ് മഹ്ദി രംഗത്ത് വന്നത്.
നിമിഷയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് ഇയാൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ഞങ്ങളുടെ ആവശ്യം വധശിക്ഷ മാത്രമാണെന്ന് തലാലിന്റെ സഹോദരന്റെ കുറിപ്പിൽ പറയുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. ഏതെങ്കിലും തരത്തിലുള്ള എല്ലാത്തരം അനുരഞ്ജന ശ്രമത്തോടും പൂർണ്ണമായും വിയോജിക്കുകയാണ്. കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല. നീതി നടപ്പാക്കാനായി കാത്തിരിക്കുകയാണെന്നും മഹ്ദിയുടെ കുറിപ്പിൽ പറയുന്നു. തലാലിന്റെ കുടുംബത്തിലെ ചിലർ ദിയാദനം വാങ്ങി മാപ്പ് നൽകണമെന്ന അഭിപ്രായമുള്ളവരാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ശക്തമായ എതിർപ്പുമായി മഹ്ദി രംഗത്തെത്തിയത്. യമനിൽ ചർച്ചകൾ അനുകൂലമായി പുരോഗമിക്കുകയാണെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു മാസത്തെ ശമ്പള കുടിശ്ശികയെ ചൊല്ലി തുടങ്ങിയ തർക്കം, പിന്നീട് മൊബൈൽ ഫോൺ മോഷണം, സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിലായപ്പോൾ ഭാര്യയുടെ ഗർഭം അലസുന്നു. അത് പിന്നീട് മനസ്സിൽ പകയായി വളർന്നു. അങ്ങനെയാണ് കോട്ടയം തിരുവാതുക്കലിലെ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീരയെയും വകവരുത്താൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് അർദ്ധരാത്രി നടന്ന ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടുകാർക്ക് ഇപ്പോഴും ഭീതിയാണ്. സംഭവം നടന്ന് 3 മാസം തികയും മുൻപേ അന്വേഷണ സംഘം കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അസം സ്വദേശി അമിത് ഒറാങ് മാത്രമാണ് പ്രതി. കൊലപാതകം നടന്ന് 86-ാമത്തെ ദിവസമാണ് കോട്ടയം വെസ്റ്റ് പോലീസ് കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 67 സാക്ഷികളും 49 പ്രമാണങ്ങളും ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. കൊല്ലപ്പെട്ട വിജയകുമാറിനോടും ഭാര്യ മീരയോടും പ്രതിക്കുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കൃത്യത്തിലേക്ക് നയിച്ചത്. കൊലപാതകത്തിനു പുറമെ വീട്ടിൽ അതിക്രമിച്ചു കയറൽ, തെളിവ് നശിപ്പിക്കൽ, മോഷണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. വിരലടയാളം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കേസിൽ നിർണായകമായി. കഴിഞ്ഞ ഏപ്രിൽ 22-ന് അർദ്ധരാത്രിയാണ് വിജയകുമാറിനെയും മീരയെയും മുൻ ജോലിക്കാരൻ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്. തെളിവ് നശിപ്പിക്കാനായി CCTVയുടെ ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിൽ ഉപേക്ഷിച്ചു. മൊബൈൽ ഫോണുകളും തെളിവ് നശിപ്പിക്കാനായി ഉപേക്ഷിച്ചു. ഇവയെല്ലാം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. കൃത്യത്തിന് പിന്നാലെ ചാലക്കുടിയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പോലീസ് വേഗത്തിൽ പിടികൂടി. റെയിൽവേ ലോഡ്ജിൽ 3 ദിവസം താമസിച്ചാണ് പ്രതി കൃത്യം നിർവഹിച്ചത്. വിജയകുമാറിന്റെ അക്കൗണ്ടിൽ നിന്നും പണം മോഷ്ടിച്ചതിനെതിരെ കേസ് നൽകിയതാണ് വൈരാഗ്യത്തിന് കാരണമായത്. ന്യൂസ് 18 കോട്ടയം. നിങ്ങളുടെ മക്കൾ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണോ? അവർ ചില ഗെയിമുകൾക്ക് അടിമകളാണോ? ഫോൺ കിട്ടാതെ വരുമ്പോൾ മക്കൾ അക്രമാസക്തരാകാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 19-കാരൻ അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം നടത്തിയ പോലീസ് പോലും ഓരോ കഥകളും കേട്ട് ഞെട്ടി. സിജോയ് സാമുവൽ എന്ന കൗമാരക്കാരൻ വീഡിയോ ഗെയിമിന് അടിമയായിരുന്നു. വില കൂടിയ ബൈക്കും പണവുമൊക്കെ ആവശ്യപ്പെട്ട് സിജോയ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നു. അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈ മാസം 11-നാണ് വെൺപകൽ സ്വദേശി സുനിൽകുമാറിനെ മകൻ കമ്പുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും വീഡിയോ ഗെയിം ആസക്തിയുമാണ് സിജോയ് സാമുവൽ എന്ന 19-കാരനെ ഈ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. 2 പെൺമക്കളുള്ള സുനിൽകുമാർ ലളിത ദമ്പതികൾക്ക് ഏറെ വൈകി കിട്ടിയ മകനായിരുന്നു സിജോയ്. അതിനാൽ തന്നെ ഏറെ ലാളിച്ചാണ് കുട്ടിയെ വളർത്തിയത്. കോവിഡ് പഠനകാലത്ത് പഠനോപകരണമായി ലഭിച്ച മൊബൈൽ ഫോൺ പിന്നീട് സ്ഥിരമായി വീഡിയോ ഗെയിം കളിക്കാനാണ് സിജോയ് ഉപയോഗിച്ചത്. പണം ചെലവാക്കുന്നതടക്കം ഇന്റർനെറ്റിലെ മറ്റിടപാടുകളിലേക്കും ഇത് വഴിമാറിയപ്പോൾ രക്ഷിതാക്കൾ നിയന്ത്രിച്ചത് സിജോയെ ചൊടിപ്പിക്കുകയും ഇയാൾ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ സിജോയെ ആവശ്യപ്പെട്ട ബൈക്ക് വാങ്ങി നൽകിയെങ്കിലും മൈലേജ് പോരാത്തതിനാൽ മറ്റൊരു ബൈക്ക് വാങ്ങി നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു.
ഇതിന് വഴങ്ങാത്തതും സുനിൽകുമാർ 5 സെന്റ് കുടുംബവസ്തു മൂത്ത മകൾക്ക് നൽകിയതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. മാതാപിതാക്കളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ട് സിജോയെ കൗൺസിലിംഗിന് വിധേയനാക്കിയിരുന്നു. എന്നാൽ ഡോക്ടർമാർ കാര്യമായ തകരാറുകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. മർദ്ദനം പതിവായതോടെ മാതാപിതാക്കൾ വെൺപകലിലെ വീട് വിട്ട് കാഞ്ഞിരംകുളത്ത് വീട് വാടകയ്ക്കെടുത്ത് മാറിയിരുന്നു. ബേക്കറി ഉടമയായ സുനിൽകുമാർ എല്ലാ ദിവസവും മകന് പതിവ് തെറ്റാതെ ഭക്ഷണം എത്തിക്കുകയും പോക്കറ്റ് മണിയായി 150 രൂപ നൽകുകയും ചെയ്തിരുന്നു. പലപ്പോഴും പ്രകോപനം കൂടാതെ സിജോയ് പിതാവിനെ മർദ്ദിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇങ്ങനെയുള്ള മർദ്ദനമാണ് ഒടുവിൽ മരണത്തിന് കാരണമായത്. കാൽവഴുതി പടിക്കെട്ടിൽ നിന്നും വീണെന്നായിരുന്നു സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് തൊട്ടു മുൻപാണ് ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം പറഞ്ഞത്. സുനിൽകുമാറിന്റെ മരണത്തിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര പോലീസ് സിജോയെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി അയാളും കുടുംബവുമാണ്. എന്നെ അവർ ശാരീരികമായി ഉപദ്രവിച്ചു, അപകീർത്തിപ്പെടുത്തി. സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. മരിച്ചാലെങ്കിലും നീതി കിട്ടുമായിരിക്കും. നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്ത് ഉദയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ ആണിത്. ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷം ഗുജറാത്തിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് എലിസബത്ത് താൻ നേരിട്ട ക്രൂരതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച നിലയിൽ ആശുപത്രിയിൽ നിന്നാണ് എലിസബത്തിന്റെ വീഡിയോ. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി മുൻ ജീവിത പങ്കാളിയും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നാണ് എലിസബത്തിന്റെ ആരോപണം. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ താൻ നേരിട്ട ചതിയും വഞ്ചനയും ശാരീരിക പീഡനവും അടക്കം വിളിച്ചു പറഞ്ഞിട്ടും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് എലിസബത്ത് പറയുന്നത്. ഇതിന്റെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതിന്റെ സംഭവം എന്താണ്. മുൻ ഭാര്യ ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തി 2021 ഡോക്ടറായ എലിസബത്തിനെ ബാലവിവാഹം കഴിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇരുവരും പിരിഞ്ഞതിന് പിന്നാലെ ചില ദോഷങ്ങൾ പറഞ്ഞ് വിവാഹ രജിസ്ട്രേഷൻ ചെയ്തില്ലെന്നുള്ള വിവരം പുറത്തുവന്നു. ഇതോടൊപ്പം തനിക്ക് ബാലയിൽ നിന്നും നേരിട്ട പീഡനങ്ങൾ എണ്ണിപ്പറഞ്ഞ് നവമാധ്യമങ്ങളിലെത്തിയ എലിസബത്തിനെതിരെ സൈബർ ആക്രമണവുമുണ്ടായി. ആത്മഹത്യാ ശ്രമമായിരുന്നെങ്കിലും ഇപ്പോൾ തനിക്ക് കുഴപ്പമില്ലെന്നും ഗുജറാത്തിലെ ആശുപത്രിയിൽ നിന്നും എലിസബത്ത് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മാലാഖമാരാണ്. എന്നാൽ പല ആശുപത്രികളിലും അവരുടെ അവസ്ഥ നരകതുല്യമായിരിക്കും. തൊഴിൽ ചൂഷണവും മാനസിക പീഡനവും അതിര് കടക്കാറുണ്ട്. മലപ്പുറം കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ നേഴ്സായിരുന്ന അമിനിയുടെ മരണത്തിന് പിന്നാലെ ആശുപത്രികളിലെ തൊഴിൽ പീഡനം വീണ്ടും ചർച്ചയാവുന്നു. യുവതിയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരും സഹപ്രവർത്തകരും രംഗത്തെത്തി. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദമാണ് അമീനെ അടക്കമുള്ള ജീവനക്കാർ നേരിട്ട് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് അമീനയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. എറണാകുളം കോതമംഗലം പല്ലാരിമംഗലം സ്വദേശി അമീന ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണെന്നാണ് ആരോപണം.
കുടുംബം ആരോപണമുന്നയിച്ചതിന് പിന്നാലെ മാനേജരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. 2.5 വർഷമായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അമീനയെ കാണാതെ കഴിഞ്ഞ ദിവസം സഹപ്രവർത്തകർ അന്വേഷിച്ചു പോയപ്പോഴാണ് ആശുപത്രിക്ക് മുകളിലുള്ള ഹോസ്റ്റലിൽ അബോധാവസ്ഥയിൽ കണ്ടത്. ഉടൻ കോട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ മാസം 15-ന് ആശുപത്രിയിൽ നിന്ന് പോകാനൊരുങ്ങിയ അമീനയ്ക്ക് പരിചയ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് ജനറൽ മാനേജർ പറഞ്ഞിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞു. തങ്ങൾക്കും ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടതായി മുൻ ജീവനക്കാരും പറയുന്നു. ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് 2 വർഷം 7 മാസത്തോളം ഞാൻ വർക്ക് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഇയാളെ ഹറാസ്മെന്റ് സഹിക്കാൻ പറ്റാതെ 24 hours റിസൈൻ വെച്ച് പോകേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. എന്റെ കല്യാണം നവംബറിൽ. ആ സമയത്ത് ഞാൻ 3 വർഷം സഹിപ്പിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ ഇയാൾ ഇതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് 24 hours വെച്ച് എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. അതും ഞാൻ മാനേജ്മെന്റിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. നമ്മൾ മാനേജ്മെന്റിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം അറിയിക്കണം. പിറ്റേന്ന് നമ്മളിവിടെ പുറത്താണ്. അത് നമ്മൾ 100% ഉറപ്പിച്ചിട്ട് വേണം ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി. അത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്തതും. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ പിറ്റേന്നല്ല അതിന്റെ പിറ്റേന്ന് എന്നോട് ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും, അസിനെ ഇറങ്ങിക്കോ എന്നുള്ള രീതിക്ക് തന്നെ സംസാരിച്ച അതിനുള്ള തെളിവിന്റെ കയ്യിലുണ്ട്. 3 ദിവസം കൂടി ഇവിടെ ജോലി ചെയ്താൽ മതിയെന്ന ആശ്വാസത്തിലായിരുന്നു അമീന. വിദേശത്തേക്ക് പോകാൻ പേപ്പറുകൾ ശരിയാക്കി തന്റെ ആദ്യ ശമ്പളത്തിൽ ഉമ്മയെയും ഉപ്പയെയും ഉംറ നിർവഹിപ്പിക്കണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു യുവതിയെന്നും സഹപ്രവർത്തകർ പറയുന്നു. നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അമീന. ജൂലൈ 16 വരെ താൻ ജോലിക്കുണ്ടാകൂ എന്ന് കാട്ടി ജനറൽ മാനേജർക്ക് ഇവർ കത്ത് നൽകിയിരുന്നു. ശനിയാഴ്ച വിശദീകരണം നൽകാതെ ജോലി ചെയ്തതിൽ രോഷാകുലനായി മാനേജർ അമീനയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതായാണ് വിവരം. ഇതിനുശേഷമാണ് അമീനയുടെ മരണം. ആ കുട്ടിയുടെ 3 സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാൻ ആ കുട്ടീനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നത്. ക്യാബിലേക്ക് വിളിച്ച അബ്ദുൾ റഹ്മാൻ കുട്ടീനെ വളരെ മോശമായിട്ട് ചീത്ത പറയും, വളരെ മെൻ്റലി ടോർച്ചർ ചെയ്യും, ഹരാസ് ചെയ്യുകയും സർട്ടിഫിക്കറ്റ് കൊടുത്ത് തരില്ല എന്ന് പറഞ്ഞ് ആ കുട്ടീനെ വളരെയധികം ഹരാസ് ചെയ്തു എന്നാണ് കൂടെയുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടിന്യൂസ് 10 മിനിറ്റോളം അടുത്ത് കണ്ടിന്യൂസ് അന്നത്തെ ദിവസം ഹരാസ് ചെയ്തു. അതുകൂടാതെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം അബ്ദുൾ റഹ്മാൻ ആ കുട്ടീനെ എന്ത് ചെയ്തു ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യുവതിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം. ആശുപത്രിയിലെ ജീവനക്കാരെ മാനേജർ മാനസികമായി പീഡിപ്പിക്കുന്നതായി ചില ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അമീനയുടെ സഹപ്രവർത്തകർ. സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സമരപരിപാടികളും നടന്നുവരുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. വാർദ്ധക്യകാലത്ത് കുടുംബം പോറ്റാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരിരിപ്പിടം പോലുമില്ലാതെ പണിയെടുക്കണം, പകൽ മുഴുവൻ വെയിൽ കൊള്ളണം, രാത്രിയിൽ ഉറക്കമിളച്ച് കാവൽ നിൽക്കണം. ഇതും പോരാഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും മർദ്ദനവും ഏൽക്കാൻ വിധിക്കപ്പെട്ട സാധുക്കളായ മനുഷ്യർ. ആലുവയിൽ വയോധികനായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 73 വയസ്സുള്ള ബാലകൃഷ്ണനെ യൂത്ത് കോൺഗ്രസ് നേതാവ് മർദ്ദിച്ചത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ്. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ജില്ലാ കോർഡിനേറ്ററായ KB നിജാസിനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വയസ്സുള്ള വയോധികനെ മർദ്ദിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ എറണാകുളം ജില്ലാ കോർഡിനേറ്ററാണ് KB നിജാസ്. സഹജീവികളോട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള യുവതലമുറയുടെ പ്രതിനിധി. അങ്ങനെയുള്ള ഒരാളാണ് വയോധികനെ നിഷ്കർണം മർദ്ദിച്ച് അവശനാക്കിയത്. കാർ പാർക്ക് ചെയ്യുന്നിടത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനാണ് തർക്കം തുടങ്ങിയത്. ആലുവ സ്വദേശി ബാലകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. നിജാസിനൊപ്പം സ്കൂട്ടറുമായി എത്തിയ ആളാണ് ബാലകൃഷ്ണനുമായി തർക്കം തുടങ്ങിയത്. തുടർന്ന് അവിടെ എത്തിയ നിജാസ് സെക്യൂരിറ്റി ജീവനക്കാരനോട് വിവരം അന്വേഷിക്കുകയും തർക്കം തുടരുകയുമായിരുന്നു. തുടർന്ന് നിജാസ് ബാലകൃഷ്ണനെ ക്രൂരമായി മർദ്ദിച്ചു. ബാലകൃഷ്ണന്റെ മുഖത്തും നെഞ്ചിലും മർദ്ദനമേറ്റിട്ടുണ്ട്. അടിയേറ്റ് ഒരു പല്ലിളകിപ്പോയി. കണ്ണടയുടെ പൊട്ടിയ ചില്ല് കയറി കണ്ണിനും പരിക്കുണ്ട്. പരാതി പറയാനായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പിനാണ് പോലീസ് ശ്രമിച്ചതെന്നും ബാലകൃഷ്ണൻ ആരോപിക്കുന്നു. താൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞ ശേഷമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്.
പോലീസ് കേസെടുത്തതിനെ തുടർന്ന് നിജാസിനെ സസ്പെൻഡ് ചെയ്തതായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കാക്കിയിട്ട ചില കാടന്മാരെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. സാധാരണക്കാരായ മനുഷ്യരോട് ഗുണ്ടായിസം കാണിക്കുന്ന പോലീസുകാർ. പാലക്കാട് നിപ ബാധിച്ച് രോഗി മരിച്ച കുമരംപുത്തൂർ കണ്ടെയ്ൻമെന്റ് സോണിൽ യുവാവിന് നേരെ അതിക്രമം കാട്ടിയ പോലീസുകാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തു കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ യുവാവിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പെരുമ്പടാരി ഭാഗത്താണ് സംഭവം. ബൈക്കിലെത്തിയ യുവാവ് നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തു കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. വാഹനം തടയാൻ പോലീസിനൊപ്പം നിൽക്കുന്നത് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരാണെന്ന് യുവാവ് പറഞ്ഞതോടെയാണ് തർക്കമായത്. തുടർന്ന് യുവാവിനെ പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ചങ്ങലീരി പെരുമ്പടാരി സ്വദേശി MR ഫറൂഖിനാണ് മർദ്ദനമേറ്റത്. അസഭ്യം പറഞ്ഞതെന്തിനാണെന്ന് യുവാവ് ചോദിക്കുന്നതും പോലീസുകാരൻ അടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് യുവാവിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. ഭിക്ഷാടനവും ബാലവേലയും നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും അധികാരികളുടെ കൺമുന്നിൽ പട്ടാപ്പകൽ പോലും കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനം നിർബാധം തുടരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇതര സംസ്ഥാനക്കാർ കൈക്കുഞ്ഞുങ്ങളുമായി അപകടകരമായ ഭിക്ഷാടനം നടത്തുന്നത്. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെ സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ശിശുക്ഷേമ സമിതി പ്രതികരിച്ചു. തിരുവനന്തപുരം ചാക്ക ട്രാഫിക് സിഗ്നലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പൊരിവെയിലും പെരുമഴയിലും കുട്ടികളെയും കൊണ്ട് ഭിക്ഷാടനം നടത്തുകയാണ് ഈ സ്ത്രീകൾ. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥന. സിഗ്നലിൽ നിർത്തുന്ന എല്ലാ വാഹനങ്ങളുടെയും അടുത്തെത്തും. ഗ്ലാസ് ഡോറുകൾ തട്ടി ഭിക്ഷ യാചിക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ ഉപയോഗിച്ചും ഭിക്ഷാടനമുണ്ട്. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിക്ഷാടനം സംസ്ഥാനത്ത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ബാലനീതി നിയമം സെക്ഷൻ 75, 76 എന്നിവ പ്രകാരം ബാലഭിക്ഷാടനം ശിക്ഷാർഹവുമാണ്. ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് നഗരത്തിലെ ഭിക്ഷാടനം. ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്നത്. ഇവർ എവിടെ നിന്ന് വരുന്നെന്നോ ആരാണ് ഇവരുടെ പിന്നിലെന്നോ കൃത്യമായി വിവരമില്ല. ശിശുക്ഷേമ വകുപ്പും പോലീസും ചേർന്ന് ഇവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഭിക്ഷാടനത്തിനും ബാലവേലയ്ക്കുമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ കുരുന്നുകൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പല കുട്ടികളും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പമാണ് വരുന്നത്. എന്നാൽ രക്ഷിതാക്കളില്ലാതെ കേരളത്തിലെത്തിയ 12 വയസ്സുള്ള ബിഹാറി പെൺകുട്ടിയെ മലപ്പുറത്ത് കണ്ടെത്തി. എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വടപുറത്ത് ബിഹാറി സ്വദേശികളായ മറ്റൊരു കുടുംബത്തിനൊപ്പം താമസിക്കുകയായിരുന്നു പെൺകുട്ടി. കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഈ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ചൈൽഡ് ഹെൽപ്പ് ലൈൻ 12-കാരിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി.
രക്ഷിതാക്കളില്ലാതെ ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തിയ 12 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉദ്യോഗസ്ഥർ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പറിൽ ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വടപുറത്ത് നിന്ന് കണ്ടെത്തിയത്. ബീഹാറി സ്വദേശികളായ മറ്റൊരു കുടുംബത്തിനൊപ്പം താമസിക്കുകയായിരുന്നു കുട്ടി. കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. തുടർ നടപടികളുടെ ഭാഗമായി കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ജാബിർ മുൻപാകെ ഹാജരാക്കി. തുടർന്ന് CWC ഓർഡർ പ്രകാരം പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉദ്യോഗസ്ഥരുടെയും പ്രദേശത്തെ അങ്കണവാടി വർക്കറുടെയും സംയുക്ത ഇടപെടലിലൂടെയാണ് കുട്ടിയെ രക്ഷിക്കാനായത്. കുട്ടിയുടെ പശ്ചാത്തലവും കേരളത്തിലെത്തിയ സാഹചര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷം മറ്റു പുനരധിവാസ നടപടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സ്വീകരിക്കും. കുട്ടിയുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനുമാണ് നിലവിൽ പ്രാധാന്യമെന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. വയറ്റിൽ ഗർഭസ്ഥ ശിശുവും ക്യാപ്സൂളുകളുടെ രൂപത്തിൽ കൊക്കൈനും. ശരീരത്തിനുള്ളിൽ വെച്ച് ഈ ക്യാപ്സൂളുകൾ പൊട്ടിയാൽ മരണം വരെ സംഭവിക്കാം. നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീലിയൻ ദമ്പതികളാണ് ഏറെ അപകടകരമായ രീതിയിൽ ലഹരിക്കടത്ത് നടത്തിയത്. 16 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈൻ കടത്തിയതിന് ലഭിച്ചത് വെറും 3 ലക്ഷം രൂപ മാത്രമെന്നാണ് പ്രതികളുടെ മൊഴി. ലഹരി കൈമാറേണ്ട ആളുടെ വിവരങ്ങൾ ബ്രസീലിലെ സംഘം നൽകിയില്ലെന്നും പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വയറിളക്കിയാണ് ഇവർ വിഴുങ്ങിയ 163 ഗുളികകൾ പുറത്തെടുത്തത്. പിടിയിലായ യുവതി ഗർഭിണിയാണ്. ബ്രസീലിയൻ ദമ്പതികളായ ലൂക്കാസിന്റെയും ബ്രൂണോയുടെയും വയറ്റിൽ നിന്നും പുറത്തെടുത്തത് 1.67 കിലോ കൊക്കെയിനാണ്. ഇവർ വിഴുങ്ങിയ 163 ഗുളികകളും പുറത്തെടുത്തു. വിപണിയിൽ 16 കോടി രൂപ വില വരുമെന്നാണ് DRI ഉദ്യോഗസ്ഥർ പറയുന്നത്. ജീവൻ പോലും പണയം വെച്ചുള്ള ഇവരുടെ യാത്രയ്ക്ക് 3 ലക്ഷം രൂപയാണ് കമ്മീഷനായി ലഭിക്കുന്നത്. ലഹരിക്കടത്ത് സംഘം ആൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് 1.5 ലക്ഷം രൂപ. ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിയ ശേഷം വാട്സപ്പിൽ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം ആവശ്യമെങ്കിൽ ദമ്പതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പ്രതികൾ പിടിയിലായത്. തുടർന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലായിരുന്നു ഇരുവരും. 3 ദിവസമെടുത്താണ് മുഴുവൻ ഗുളികകളും പുറത്തെടുത്തത്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ സജീവമാണ്. തട്ടിപ്പും പിടിച്ചുപറിയും വ്യാപകമായി അരങ്ങേറുന്ന കാഴ്ച. തമിഴ്നാട്ടിൽ നിന്നും കരിങ്കൽ ഉൽപ്പന്നങ്ങളുമായി വരുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ഗുണ്ടാപിരിവ്. തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് പണപ്പിരിവ് നടക്കുന്നത്. അതിർത്തിയിലെ പ്രധാന ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. ഇടുക്കി ഹൈറേഞ്ചിൽ നിലവിൽ ക്വാറികൾ പ്രവർത്തിക്കാത്തതിനാൽ തമിഴ്നാട്ടിലെ ക്വാറികളെ ആശ്രയിച്ചാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 100-ലധികം കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ മേഖലയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇവ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളുമുണ്ട്. അംഗീകൃത പാസും എല്ലാവിധ രേഖകളുമായി ലോഡ് എടുക്കുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയാണ് നിലവിൽ തട്ടിപ്പ് നടക്കുന്നത്. പാസ് ഉங்ககிட்ட கொடுக்க முடியாதுப்பா. அதிகாரி வரட்டும் கொடுக்குறோம். அதிகாரி வரட்டும்பா கொடுக்குறோம் பாஸ். என்ன போறா ரோட்ல வரவேலாம் பாஸ் கேட்டா நாங்க எங்க போய் கொடுக்கறதே? ഒരു ലോഡിന് 3000 മുതൽ 5000 രൂപ വരെ ആവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഗുണ്ടാ സംഘം പിരിവ് നടത്തുന്നത്. GST ഉൾപ്പെടെയുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാവിധ പാസുകളും പേപ്പറുകളുമായി കയറി വരുന്ന വണ്ടികൾ അനധികൃതമായി ചില ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് സംഘടിതമായി അവർ ഈ ലോറി ഡ്രൈവർമാരെ ഇത്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ട് കാശ് ആവശ്യപ്പെടുന്നു. കമ്പംമെട്ട്, ബോഡിമെട്ട്, കുമളി പാതകളിലൂടെ അതിർത്തി കടക്കുന്ന വാഹനങ്ങൾ തടയുന്നുണ്ട്.
കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ അംഗീകൃത പാസുമായി സർവീസ് നടത്തുമ്പോൾ തമിഴ്നാട് വാഹനങ്ങളിൽ പലതിനും പാസ് ഉണ്ടാവാറില്ല. കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇവരുടെ വാഹനങ്ങൾ പരിശോധിക്കാത്തതിനാൽ നടപടിയും ഉണ്ടാവുന്നില്ല. ഏതെങ്കിലും വാഹനം കേരള ചെക്ക് പോസ്റ്റിൽ തടഞ്ഞാൽ ഉപരോധമടക്കമുള്ള സമരങ്ങൾ നടത്തി വാഹനങ്ങൾ കൊണ്ടുപോവുകയാണ് പതിവ്. പാസ് സംവിധാനത്തെ തടസ്സപ്പെടുത്തി മുഴുവൻ വാഹനങ്ങളും അനധികൃതമായി ലോഡ് കടത്താനുള്ള നീക്കമാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്നാണ് സൂചന. വിഷയത്തിൽ ഇടുക്കി, തേനി കളക്ടർമാർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യം. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നതടക്കം ഉണ്ടായിട്ടുള്ളതിനാൽ ഡ്രൈവർമാരും ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി. എന്തൊരു അനീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. പോലീസ് ഏമാന് ഏത് നിയമവും ലംഘിക്കാം, അതിൽ സാധാരണക്കാരെ പ്രതിക്കൂട്ടിലാക്കും. ADGP MR അജിത് കുമാറിൻ്റെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ഡ്രൈവർക്കെതിരെ മാത്രം പോലീസിൻ്റെ കേസ്. ADGPയെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് പോലീസ് FIR. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പമ്പ പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച വൈകിട്ടാണ് ADGP MR അജിത് കുമാർ ശബരിമലയിലെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി പമ്പയിൽ നിന്ന് പോലീസിന്റെ ട്രാക്ടറിൽ യാത്ര നടത്തിയത്. പമ്പയിലെത്തിയ ADGP നിരീക്ഷണ ക്യാമറകളില്ലാത്ത സ്ഥലം നോക്കിയാണ് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെത്തിയതും ട്രാക്ടറിലായിരുന്നു. സംഭവം വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് പമ്പ പോലീസ് ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കി ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്തത്. തീർത്ഥാടകർ സഞ്ചരിക്കുന്ന സ്വാമി അയ്യപ്പൻ റോഡിൽ ഡ്രൈവർ അലക്ഷ്യമായി ട്രാക്ടർ ഓടിച്ചെന്നും ട്രാക്ടറിൽ 3 യാത്രക്കാരെ കയറ്റിയെന്നും കാട്ടിയാണ് കേസെടുത്തിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ട്രാക്ടറിൽ യാത്ര ചെയ്ത ADGPയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. സംഭവത്തിൽ ADGPക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. സുഖമില്ലെങ്കിൽ ആംബുലൻസിൽ യാത്ര ചെയ്യണമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. സംഭവത്തിൽ പത്തനംതിട്ട SP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചു. 12 വർഷം മുമ്പാണ് ശബരിമലയിൽ ചരക്ക് നീക്കത്തിനല്ലാതെ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവാണ് ADGP ലംഘിച്ചിരിക്കുന്നത്. നിലവിൽ ട്രാക്ടർ ഡ്രൈവറാണ് കോടതി ഉത്തരവ് ലംഘിച്ചത് എന്നാണ് പോലീസിന്റെ വാദം. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. തവിഞ്ഞാൽ മക്കിമല കാപ്പിക്കുഴിയിൽ ആഷിഖ്, 6 നമ്പർ ഉന്നതിയിലെ ജയരാജൻ എന്നിവരെയാണ് തലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് MDMAയുമായി റെയിൽവേ സീനിയർ TTR പിടിയിൽ. എളമക്കര സ്വദേശി അഖിലാണ് 3 ഗ്രാം MDMAയുമായി ബോൾഗാട്ടിയിൽ നിന്ന് പിടിയിലായത്. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ PC ജോർജിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയുടെ ഹർജിയിൽ തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിന് ഉത്തരവ് നൽകിയത്. പാലക്കാട് വിളയൂരിൽ ആരോഗ്യ സേവന കേന്ദ്രങ്ങളിൽ സാമൂഹിക വിരുദ്ധ ആക്രമണം. കൂരാച്ചിപ്പടി പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഹോമിയോ ആശുപത്രി, മൃഗാശുപത്രി എന്നിവിടങ്ങളിലാണ് അതിക്രമം. അട്ടപ്പാടി പാടവയൽ കുളപ്പടിയിൽ 1850 ലിറ്റർ ചാരായം പിടികൂടി. എക്സൈസ് പരിശോധനയിലാണ് വനപ്രദേശത്ത് നിന്ന് ചാരായം കണ്ടെത്തിയത്. കൊച്ചിയിൽ ഈ വർഷം ആദ്യം ഒരു 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കേരളമേറെ ചർച്ച ചെയ്തതാണ്. മിഹർ എന്ന 10ാം ക്ലാസ്സുകാരൻ തൃപ്പൂണിത്തുറയിലെ പ്രമുഖ സ്കൂളിൽ വെച്ച് സഹപാഠികളിൽ നിന്ന് നേരിട്ട ക്രൂരതകളെക്കുറിച്ച് കേട്ട് നമ്മൾ ഞെട്ടിത്തരിച്ചതാണ്. മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോഴും നീതി തേടി അലയുന്നുണ്ട്. ഈ സമീപകാലത്ത് ഇതുപോലെ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നുവെന്നാണ് കണക്ക്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിൻ്റെ 16ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയതാണ് ഒടുവിലത്തെ സംഭവം. ശ്രീകാര്യം സ്വദേശിയും
കഴക്കൂട്ടം സ്വകാര്യ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പ്രണവാണ് ആത്മഹത്യ ചെയ്തത്. സ്കൂൾ വിട്ട് വീട്ടിൽ പോകാതെ മുത്തച്ഛൻ്റെ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റിലെത്തി താഴേക്ക് ചാടുകയായിരുന്നു. എന്താണ് പ്രണവിന് സംഭവിച്ചത്? അവൻ ജീവനൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? പോത്തൻകോട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനസ്സ് പതർന്നതാണോ കുട്ടികളുടെ പ്രശ്നം? നിങ്ങളുടെ മക്കളെ കേൾക്കാനും അവരോട് സംസാരിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ഇല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരിലാണ് ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.